ആരാ ഈ നേരത്ത്? ചെറിയമ്മ? എടി ഒരുമ്പട്ടോളെ, ആരടി നിന്റെ ചെറിയമ്മ? എന്താടി ഈ വീടിന്റെ ഭാഗം ചോദിക്കാൻ വേണ്ടി നിന്റെ ഭർത്താവ് നിന്നെ പറഞ്ഞു വിട്ടതാണോ? ചെറിയമ്മ എന്നോട് ക്ഷമിക്കണം. എടി നീ ആരടി എന്നോട് ക്ഷമ ചോദിക്കാൻ? നീ നിന്റെ മറ്റവന്റെ കൂടെ അല്ലായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നപ്പം നീ എന്താടി എന്നോട് പറഞ്ഞത്? നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? എവിടെയാണ് നിന്റെ ഭർത്താവ്? ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നു ചെറിയമ്മ. ചെറിയമ്മ എനിക്ക് ഈ വീട്ടിൽ കിടക്കാൻ ഒരു മുറി മാത്രം തന്നാ മതി. എടി പിഴച്ചവളെ, ആ പൈസക്കാരന്റെ കൂടെ കിടന്നിട്ട് അവനെ മതിയായിപ്പൊ നീ ഇറങ്ങിപ്പോന്നതല്ലേ? അല്ലെങ്കിൽ തന്നെ അവൻ നിന്നെ വലിച്ചെറിഞ്ഞ് കാണുമായിരിക്കും അല്ലേ? നിനക്ക് അവന്റെ കൂടെ പുറത്തതിനെ കുറെ പൈസയൊക്കെ കിട്ടി കാണുമല്ലോ. ആ പൈസക്ക് നിനക്കല്ലോ ഹോട്ടലിലെ റൂം എടുത്ത് കൂടായിരുന്നോ? നീ എന്തിനാ കെട്ടും കിടക്കിയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി പോന്നത്? ഇങ്ങനെ ചങ്കി കുത്തണ വർത്താനൊന്നും പറയാതെ ചെറിയമ്മ. നിനക്ക് ഞങ്ങളെയൊന്നും വേണ്ടാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? നിനക്ക് വേണ്ടി നല്ലൊരു പയ്യനെ ഞാൻ ആലോചിച്ചതല്ലേടി കല്യാണം. നീ അത് സമ്മതിക്കാത്തത് എന്താ? നീ അത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പെരുവഴിയിലാവില്ലായിരുന്നല്ലോ. അവൾക്കപ്പൊ കൊമ്പത്തെ സാറിനെ വേണം. ഇപ്പോൾ എന്തായിടി പഴിച്ചവളെ? നീ വഴിയാധാരമായില്ലേ? ഇടി മനുഷ്യന്മാരായ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. എന്നിട്ട് അവള് നാണമില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. ചെറിയമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടല്ലേ. ചെറിയമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ എനിക്ക് പോകാൻ വേറെ ഒരു സ്ഥലവും ഇല്ല. ചെറിയമ്മ പറയുന്നത് എന്തും അനുസരിച്ച് ഞാൻ വീട്ടിൽ കിടന്നോളാം. ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കുവോടി? അനുസരിക്കാൻ ചെറിയമ്മ. എങ്കിൽ നേരെ അകത്തോട്ട് കേറിക്കോ. പിന്നെ അടുക്കള ഭാഗത്ത് ആ ചെറിയ മുറിയിൽ അങ്ങ് കിടന്നാ മതി. പിന്നെ നേരെ അടുക്കളയിൽ കയറി പണിയെല്ലാം എടുക്കാൻ നോക്ക്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്റെ ദൈവമേ, ഞാൻ വീണ്ടും തിരിച്ച് ഈ വീട്ടിൽ തന്നെ വന്നു പെട്ടല്ലോ. ചിലപ്പം ഈ വീട്ടിൽ നിന്ന് എനിക്കൊരു മോചനം ഇല്ലായിരിക്കും. നീ എന്താലോചിച്ച് നിൽക്കുവാടി? കയറി പൊടിയകത്ത്. പാവം കല്ലുമോള്. കല്ലുമോളിപ്പൊ എന്തെടുക്കുമായിരിക്കും? എന്നെ അന്വേഷിച്ച് കരഞ്ഞു കാണുവോ? അമ്മയ്ക്കും എന്നോട് ദേഷ്യമായിരിക്കും. ഞാൻ പറയാതെ പോന്നതല്ലേ. എടി നാശം പിടിച്ചവളെ, നീ എന്ത് നോക്കി നിൽക്കുവാടി? ഇതുവരെ നിന്റെ തൂത്തുവാരല് കഴിഞ്ഞില്ലേ? അവള് ദിവാസ്വപ്നം കണ്ടങ്ങ് നിൽക്കുക. നിന്റെ മറ്റവന്റെ സ്വപ്നം കാണുവാണോടി? ഞാൻ ഞാൻ അവിടുത്തെ കല്ലുമോളെ ഒന്ന് ഓർത്തു പോയതാ ചെറിയമ്മ. പാവം കുഞ്ഞ് എന്നെ കാണാതെ ഇപ്പം വിഷമിക്കുമായിരിക്കും. പറച്ചില് കേട്ടാത്തോന്നും അത് നിന്റെ സ്വന്തം കൊച്ചാന്ന്. വല്ലവന്റെ കൊച്ചിനെ ഓർത്ത് വിഷമിക്കാൻ നിനക്ക് നാണമില്ലേടി? തലതെറിച്ച കൊച്ചിനെ ഓർത്തോണ്ട് അവളുടെ ചിന്ത. എന്തിനാ ചെറിയമ്മ ആവശ്യമില്ലാതെ ആ പാവം കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം കൊച്ചു പോലും ഏതായാലും നിന്റെ വിത്തല്ലല്ലോ, അത് തന്നെ സമാധാനം. നീ വേഗം ഇവിടെ തത്തി തത്തി നിൽക്കാതെ ഇതൊക്കെ തുടച്ചിട്ടിട്ട് വേഗം പോയി തുണി കഴുകിയിടാൻ നോക്ക്. കുറെ ബെഡ്ഷീറ്റും കൂടെ ഞാൻ അവിടെ എടുത്തിട്ടിട്ടുണ്ട്. അതൊക്കെ കഴുകിയിട്ടിട്ട് നീ കയറിയാ മതി. ഞാൻ കഴുകിയിട്ടോളാം ചെറിയമ്മ. നിന്ന് താളം ചവിട്ടാതെ വേഗം ആവട്ടടി. ഇത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ അടുത്ത പണി തരാം. കുറച്ചു ദിവസം നീ എന്നെ പെടാപ്പാട് പെടുത്തിയതല്ലേ? അതിനുള്ളതൊക്കെ ചേർത്തേ ഞാൻ നിനക്ക് തരുന്നുണ്ട്. എന്റെ ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത്? ഇങ്ങോട്ടേക്കല്ലാതെ ഞാൻ വേറെ എവിടെ പോവാനാ? എന്റെ വിധി അല്ലാതെ എന്തു പറയാൻ? എന്നാലും എന്റെ മോളെ, സാറ് നിന്നെ അവിടെ നിന്ന് ഇത്ര പെട്ടെന്ന് ഇറക്കി വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ അന്ന് എന്ത് ഹാപ്പി ആയിട്ട് എന്നോട് സംസാരിച്ചത്. ഞാനോർത്തു സാറിന്റെ മനസ്സൊക്കെ മാറി കാണുമായിരിക്കുമെന്ന്. ഞാനിത് പ്രതീക്ഷിച്ചിരുന്ന ചേച്ചി, എന്നെങ്കിലും ഒരിക്കൽ. പക്ഷേ അത് ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ സാറിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ചേച്ചി. സാറിന്റെ അമ്മ നിർബന്ധിച്ചോണ്ടല്ലേ എന്റെ കെട്ടി താലി കെട്ടിയത്. എന്നാലും എന്റെ മോളെ, നീ ഇപ്പോഴും അങ്ങേരുടെ നിയമപരമായ ഭാര്യ തന്നെയല്ലേ? നിന്നെ ചുമ്മാ അങ്ങ് ഇറക്കി വിടുവാന്നൊക്കെ പറഞ്ഞ അങ്ങേർക്കൊരു മനസാക്ഷിക്കുത്ത് തോന്നുന്നില്ല എന്റെ നിത്യെ? ചേച്ചിക്കൊരു കാര്യം അറിയോ? സാറിന് ഇപ്പോഴും സാറിന്റെ ആ വൈഫിനെ തന്നെ ഇഷ്ടം. അവരെ മറക്കാൻ സാറിന് ഇതുവരെ പറ്റിയിട്ടില്ല. അതാ സത്യം. അവർക്ക് സാറിന്റെ സ്നേഹം അനുഭവിക്കാൻ യോഗം ഇല്ലാണ്ടായി പോയല്ലോ ചേച്ചി. അത് മാത്രമല്ല, എനിക്ക് എനിക്ക് കല്ലുമോളെ കുറിച്ച് ഓർത്തിട്ട് ചേച്ചി ഏറ്റവും കൂടുതൽ വിഷമം. ആ പാവം കുഞ്ഞ് എന്നെ ഓർത്ത് വിഷമിക്കത്തില്ലേ ചേച്ചി? അതിനാണെങ്കിൽ ആരുമില്ല. ഒരു അമ്മയുടെ സ്നേഹം കിട്ടേണ്ട പ്രായമല്ലേ? അതുമാത്രമല്ല, അവിടുത്തെ അമ്മയോട് പറയാതെയല്ലേ ഞാൻ പോകുന്നത്. അമ്മയ്ക്ക് എന്നോടിപ്പം നല്ല ദേഷ്യമായിരിക്കും. ഞാൻ സാറിനോടൊന്ന് സംസാരിക്കട്ടെ മോളെ നിന്റെ കാര്യം? അതൊന്നും വേണ്ട ചേച്ചി. ഞാനായിട്ട് ഒരിക്കലും സാറിനൊരു ബാധ്യതയാകാൻ പാടില്ല. ചിലപ്പം ഇതായിരിക്കും എൻ്റെ വിധി, ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാൻ. ഈ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ ചേച്ചി. നിന്റെ ചെറിയമ്മ എന്തു പറയുന്നു? ഇനിയും നീ എങ്ങനെ അവരുടെ കൂടെ കഴിയുന്നേ? സന്തോഷമായോന്നോ? അവർക്ക് എൻ്റെ ജീവിതം തകർന്നു കണ്ടല്ലോ, അത് തന്നെ വളരെ സന്തോഷ. പിന്നെ കാശ് കൊടുക്കാതെ ഒരു വേലക്കാരി ഇപ്പോ ആയി. പിന്നെന്താ ചെറിയമ്മയ്ക്ക് കുഴപ്പം? മോളെ, നീ സൂക്ഷിക്കണം. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിനെ വിളിക്കാൻ മടിക്കരുത്.
ശരി ചേച്ചി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നേരം വൈകിയ ചെറിയമ്മയ്ക്ക് ഇനി അത് മതി. ഹായ് നിത്യ. താനെന്താ ഇവിടെ? ഞാൻ നിത്യേനെ ഒന്ന് കാണാൻ വന്നതാ. നമ്മൾ തമ്മിൽ എത്ര നാളായി ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട്. നിത്യയുടെ കല്യാണം കഴിഞ്ഞതും നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതല്ല ഞാൻ അറിഞ്ഞു. നിത്യയുടെ കല്യാണം കഴിഞ്ഞൊന്നും എനിക്കൊരു പ്രശ്നമല്ല കേട്ടോ. എനിക്കിപ്പോഴും നിത്യ ഇഷ്ടം തന്നെയാ. തന്നോട് ഞാൻ ഒരു തവണ ഇതിനുള്ള മറുപടി പറഞ്ഞതാ. ഇനി മേലെ ഇക്കാര്യം പറഞ്ഞോണ്ട് താൻ ഈ പടി ചവിട്ടി പോയേക്കരുത്. അത് പറയാൻ നീ ആരുടെ അസത്തെ? ഇത് എന്റെ വീടാ. ഇവിടെ ആരൊക്കെ വരണം പോണെന്ന് ഞാൻ തീരുമാനിക്കും. അവൻ പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റ്? നിനക്കൊരു ജീവിതം തരാന്നല്ലേ അവൻ പറഞ്ഞുള്ളൂ. ഞാൻ വിളിച്ചിട്ട് അവനിവിടെ വന്നത്. അവൻ ഇനി ഇവിടെ വരും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി? എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട ചെറിയമ്മ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഈ വീടിന്റെ പടി കയറുന്നതിന് മുന്നേ നീ എന്താണ് എന്നോട് പറഞ്ഞത്? ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് ഇവിടെ നിന്നോളാന്ന്. അപ്പോ ഇത് നീ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അവൻ നിന്നെ കാണാൻ ഇനി ഇവിടെ വരും. നിനക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോടെ ഇവിടെന്ന്. എന്തിനാ ചെറിയമ്മ എന്നോട് ഇത്രയും ക്രൂരത കാണിക്കുന്നേ? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എടീ, നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ നടക്കണ എന്നോട് തന്നെ നീ ഇത് പറയണം. രണ്ടാം കെട്ടുകാരിയായി നിനക്ക് പിന്നെ വേറെ ആരെ കിട്ടാനാ? രാജേഷിന് ഇപ്പോഴും നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് നിന്റെ ഭാഗ്യമായിട്ട് നീ അങ്ങ് കൂട്ടിയാ മതി. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? എടാ രാജേഷേ, നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഈ സുധാമണി നടത്തി തരും. ഇതെന്റെ വാക്കാ. നീ ഇപ്പൊ പൊക്കോ. ഞാൻ പറയണ അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഈ വീട് വിട്ട് ഈ നിമിഷം നീ ഇറങ്ങിപ്പോക്കണം. കേട്ടല്ലോടി ആസത്തെ? ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു രക്ഷയില്ലേ?